Hi guys, welcome back to my YouTube channel Hridya's Vlog. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹെയർ ബോ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഒരു വീക്ക് 2 വീഡിയോസ് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമുക്ക് നമ്മളുടെ ബോസ് നോക്കാം. അപ്പം ആദ്യത്തെ ബോ എന്ന് പറയുമ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള 4 ബോസാണ്. 4 ബോസല്ല, ഒരേ പാറ്റേൺ വേറെ വേറെ ഡിസൈൻസിലുള്ളതാണ്. ഈ ടൈ വരുന്ന ബോസാണ്. അപ്പോൾ ഞാൻ കാണിക്കാം. ഫസ്റ്റ് തന്നെ ഇതാണ്, റെഡ് കളറിൽ വരുന്നതാണ്. റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഒരു ചെക്കാണ്, ഇങ്ങനത്തെ ടൈ വരുന്നതാണ്. നല്ല നല്ല ഭംഗിയില്ലേ? നമുക്ക് ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. റെഡ് കളർ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. സെയിം കളർ കോംബോ തന്നെയാണ്. റെഡ് ആൻഡ് വൈറ്റ്, റെഡിൽ വൈറ്റ് ഡോട്ട്സ് വരുന്നതാണ്. സെയിം പാറ്റേണുമാണ്. ഇതും അത്യാവശ്യം നല്ല ബോസ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോയാണ് ഇത്. ഇങ്ങനത്തെ ടൈ ഉള്ള ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്കിനി തേർഡ് ബോ നോക്കാം. തേർഡ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആണ്. സെയിം ടൈ വരുന്നതാണ് കേട്ടോ. ഇന്ന് ടൈ വരുന്നതാണ്. സെയിം പാറ്റേൺ, വേറെ വേറെ കളേഴ്സാണ്. ആൻഡ് ഇത് ഗ്രീനിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. നല്ല ഡിസൈൻസൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബോ നോക്കാം. അടുത്ത ബോ നല്ല രീതിയിലുള്ള പോംസൊക്കെ വെച്ചിട്ടുള്ള ബോയാണ്. ഇത് ഒരെണ്ണം ഇങ്ങനെ ആടി നിൽക്കുകയാണ്. കിട്ടില്ലേ? ഇത് നമുക്ക് നല്ല പിങ്ക് കളർ, ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ട് നിൽക്കും. ഞാൻ ബോസ് അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ വീട്ടിലാവുമ്പോൾ ചില സമയത്തൊക്കെ യൂസ് ചെയ്യുന്നതല്ലാതെ ഞാൻ അധികം അങ്ങനെ ബോ യൂസ് ചെയ്യാറില്ല. കാരണം ബോ യൂസ് ചെയ്യേണ്ടി വരാറില്ല. ചില സമയത്ത് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ പുറത്ത് ബോ വച്ചിട്ട് പോവും. പക്ഷെ അല്ലാതെ ഞാൻ ബോ വയ്ക്കാറില്ല. പിന്നെ നമ്മളുടെ 6th ബോയാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ 6th ബോ. അപ്പം ഇത് നല്ലൊരു വൈറ്റ് കളർ സ്റ്റോണിൽ വരുന്ന ബോയാണ്. ഇത് നല്ല വൈറ്റ് കളർ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാസ് ലുക്ക് കിട്ടും. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോയാണ് ഇത്. മിക്കവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബോ. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 7th ബോയാണ്. 7th ബോവും സെയിം സ്റ്റോണും സെയിം കളറൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ നേരത്തെ നമ്മൾ കണ്ടത് ഇങ്ങനത്തെ ഫുൾ മുത്തായിട്ടുള്ളതാണ്. പക്ഷേ ഈ മുത്ത് തന്നെ 3 എണ്ണം ഉള്ളതാണിത്. ഇതും ആ വൈറ്റ് ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യും. ഇനി നമ്മൾ 8th ബോ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫണ്ണി ആൻഡ് ഞാൻ കുറച്ച് കുട്ടിയായിരുന്നപ്പോൾ വാങ്ങിച്ച ഒരു ബോയാണിത്. മിക്കി മൗസ് ബോ. ഇതാണ് ഞാൻ ചിലപ്പോഴൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ബോ. കണ്ടില്ലേ? പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ്. നല്ല ബോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോ. ഇനി നമുക്ക് അടുത്ത ബോ ആണ്. അടുത്ത ബോ വന്നിട്ട് ഇതൊരു ബ്ലൂ തീമിലാണ്. ബ്ലൂ തീമിൽ പിങ്ക്, ബ്ലൂ, ഗ്രീൻ ഫ്ലവേഴ്സ് വരുന്നിട്ട് വൈറ്റ് 3 സ്റ്റോൺസ് വരുന്ന ഒരു ബോയാണ്. ഇത് ഭയങ്കര നല്ല ബോയാണ്. എൻ്റെ ഫേവറേറ്റ് ബോയാണിത്. ഇറ്റ്സ് നൈസ്. ഇത് നമുക്കൊരു സ്കൈ ബ്ലൂ ആണിത്. അപ്പോൾ നമുക്ക് സ്കൈ ബ്ലൂ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ ഇനി നമ്മളുടെ അടുത്ത ബോ എന്ന് പറഞ്ഞാൽ വീണ്ടും പോംസ് വെച്ചിട്ടുള്ള ഒരു ബോയാണ്. ഇതൊരു റാബിറ്റിൻ്റെ ആണ്. 2 പോംസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു റാബിറ്റിൻ്റെ ബോയാണ്. ഒരു ഗ്രേ കളർ തീമാണ് ഇതിൻ്റെ വന്നിട്ട്. നമ്മൾ ഗ്രേ ഫ്രോക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ കളർ ഡ്രസ്സസിൻ്റെ കൂടെയും അത്യാവശ്യം പോകും ഈ ഒരു ബോ. ഈ നെക്സ്റ്റ് ബോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത് 6 മോഡലുള്ള ബോയാണ്. ഇത് ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നില്ല, കാരണം എൻ്റെ മുടി പോവും. സോ ഇതാണ് ഞാൻ
പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബോ ഇതാണ് കേട്ടോ. സ്കൂളിലായാൽ പോലും ഞാൻ ഈ ബോയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് സെയിം ബ്ലാക്ക് വരുന്ന ഒരു ബോ ആണ്. രണ്ട് ബ്ലാക്ക് ഫ്ലവേഴ്സിൽ നടുക്ക് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ഇതും അത്യാവശ്യം ക്യൂട്ടാണ്. നല്ലൊരു വൈറ്റ് ബ്ലാക്ക് കളർ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ബോ പോവും. നമുക്ക് ബ്ലാക്ക് ഡ്രസ്സസിൻ്റെ കൂടെ ഇടാം, വൈറ്റ് ഡ്രസ്സസിൻ്റെ കൂടെ ഇടാം, ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ബോ ഇടാം. സോ ഇതൊക്കെയാണ് നമ്മളുടെ ബോ കളക്ഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഇനിയും പ്ലേ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഹൃദ്യ വി അജിത്ത് എന്നാണ്. സോ അതും കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി തൊട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി. സോ ഇനി തൊട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോസ് ഇല്ലാതെ വന്നാലും നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറ്റും. സോ ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. സോ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.